എപ്പിസോഡിൽ നടന്ന ഒരു അനീതിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഋഷി. ഋഷി ലാലേട്ടനെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു, അതല്ലെങ്കിൽ ബിഗ് ബോസിനെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇത് എന്ത് തരം ഗെയിമാണ്? വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഋഷി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? സിബിനെ പവർ റൂമിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുന്നു. അത് ലാലേട്ടൻ പറഞ്ഞിരുന്നു, ബിഗ് ബോസിന്റെ തീരുമാനമാണ്. കാരണം സിബിൻ വളരെ മോശമായ ആംഗ്യത്തിലൂടെ ജാസ്മിനെ കാണിച്ചത് കൊണ്ട് പുറത്താക്കാൻ തീരുമാനിച്ചു. സോ ഇതെങ്ങനെയാണ് ശരിയാകുന്നത് എന്നാണ് ഋഷി ചോദിക്കുന്നത്. ഋഷി വിഷമിച്ചിരിക്കുന്നുണ്ട് ലാലേട്ടൻ ചോദിക്കുമ്പോഴാണ് ഋഷി പറയുന്നത്, ഇതിനേക്കാളും തെറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇതിനേക്കാളും തെറ്റുണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഇതിനേക്കാളും മോശം പദപ്രയോഗങ്ങൾ വായിൽ കൂടെ നടത്തിയ ആൾക്കാരില്ലായിരുന്നു, അവരെ എന്നും ഇതൊന്നും ശിക്ഷിച്ചത് കണ്ടില്ലല്ലോ എന്ന് ഋഷി ചോദിക്കുകയാണ്. അതിന് ലാലേട്ടൻ വ്യക്തമായി മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞു പോയി, കുറച്ചു കാലമായില്ല, അതൊക്കെ കഴിഞ്ഞു പോയി. അതുപോലെ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിരുന്നു. ഇതിപ്പോ പവർ ടീമിൽ ഇരുന്നു കൊണ്ടാണ്, ഏറ്റവും പവർ ഉപയോഗിക്കേണ്ട ഒരു ടീമിൽ ഇരുന്നു കൊണ്ടാണ് ആ പവർ ടീമിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു മോശം പ്രവൃത്തി കാണിച്ചിരിക്കുന്നത്. പക്ഷെ സിബിന് ഇത് വലിയ അടിയായി പോയെന്ന് പറയാം. സിബിൻ ബ്രില്യന്റ് ആയിട്ട് കളിച്ച് വളരെ പ്ലാനോടുകൂടി കാര്യങ്ങൾ ചെയ്ത് നേടിയെടുത്ത ഒരു പവർ ടീമാണ്. ആ പവർ ടീമിൽ നിന്ന് സിബിൻ തന്നെ പുറത്താകുമ്പോൾ സിബിൻ മെന്റലി ഡൗൺ ആവുകയാണ്. അങ്ങനെ മെന്റലി ഡൗൺ ആക്കുക എന്ന ഗെയിം തന്നെയാണ് ബിഗ് ബോസ് അവിടെ ചെയ്യുന്നത്. അതുപോലെ ജാസ്മിനെയും നോറയൊക്കെ ഒന്ന് പൊക്കി ഇരുത്തുക, അതുപോലെ ഗബ്രിയൊക്കെ ഒന്ന് തലോടി ഇരുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. സോ ആ ഗെയിം ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം, ഇത് കൃത്യമായിട്ട് ജാസ്മിനും നോറയ്ക്കും അതുപോലെ ഗബ്രിക്കൊക്കെ നല്ല ഒരു ബൂസ്റ്റപ്പ് കൊടുക്കുകയും സിബിനെ മെന്റലി ഡൗൺ ആക്കുകയും ചെയ്യുന്ന ഒരു ഗെയിമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അത് ഉറപ്പായിട്ടും പ്ലാൻ ചെയ്ത് കൊടുത്തത് തന്നെയാണ്. ഇതിൽ നിന്ന് എങ്ങനെ സിബിൻ പുറത്തു വരും, അതുപോലെ ഇത് കാരണമായി സിബിന് ഫാൻസ് കൂടുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഉറപ്പായിട്ടും ഇത് കാരണം സിബിന് ഫാൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം സിബിന് ഒരു അനീതിയാണ് ചെയ്തിരിക്കുന്നത്, അതായത് അനീതിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്ന് ഒരു വികാരം വന്നു കഴിഞ്ഞു. അതായത് അങ്ങനെ പെട്ടെന്നൊന്നും പവർ ടീമിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇത്രയധികം കഷ്ടപ്പെട്ട് കളിച്ച ഒരാൾ പെട്ടെന്ന് പുറത്താകുമ്പോൾ ആ സിബിന വിഷമം പോലും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സോ ഇതൊക്കെ എന്തായാലും ഒരു ചർച്ചാ വിഷയമായി മാറാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയധികം പ്രിവിലേജ് കൊടുക്കുന്നത് എന്നും കൂടെ നിങ്ങൾ നോക്കേണ്ടതാണ്. ജാസ്മിൻ ഇത്രയധികം പ്രിവിലേജ് കൊടുക്കുന്നതിന്റെ കാരണം ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ജാസ്മിനെ. ഈ ജാസ്മിൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് നിർത്തും തോറും ജാസ്മിൻ ഗെയിമിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതിന് തന്നെ ആയിരിക്കാം ബിഗ് ബോസ് ഒരു പക്ഷേ ബൂസ്റ്റപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത്.